വൈബ് സ്ഥലം. വാ, ഒരു പെണ്ണിനെ കൊണ്ട് വരാൻ പറ്റിയ സ്ഥലം അല്ലേ? ചേട്ടാ ചായ തുറന്നിട്ടേക്കണം എല്ലായിടത്തും. ഓഫീസൊക്കെ ഉണ്ടല്ലോ. സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഇവിടെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തായിരിക്കണം കേട്ടോ. അതെ, ഫ്രഷ്. ഹലോ, ഹായ്. ഇതെന്താ പരിപാടി? ഹായ്, നിങ്ങൾ ഇവിടുത്തെ ഓണറാണോ? ഓണർ. ഓ, ഓണറാണല്ലേ. ഇവിടെ ഇത് ആൾക്കാരെ നോക്കുന്നുണ്ടോ? ഇവിടെ ജോലിക്ക് ആളെ നോക്കുന്നുണ്ടോ? ജോലിക്ക് നമ്മള് ഇപ്പൊ നോക്കുന്നുണ്ട്. നമ്മളിപ്പോ രണ്ടാളെപ്പം നിർത്ത് നല്ല രീതിയിൽ പൊറോട്ട അടിക്കുന്ന രണ്ട് പയ്യന്മാരുണ്ട്. ഇയാളാണാ? ആ, ഞാനും അവനും നല്ല രീതിയിൽ ഇത് മാവ് കഴിക്കും. സ്റ്റോക്ക് ഇടണെങ്കിൽ നമ്മള് കയറ്റാം. പ്ലീസ് ബ്രോ, എന്തേലും സിറ്റിയിൽ പുതുതാണ് ബ്രോ. എന്തേലും ജോലി കാരണം ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല ജീവിക്കാനേ. സ്റ്റോക്ക് ഇടുമെങ്കിൽ തരാ ജോബ്. ആ, സ്റ്റോക്ക് ഇടാം, ഇപ്പൊ തന്നെ ഇടാം. ഈ ജോലി നമ്മളിപ്പോ ഇപ്പൊ തന്നെ തൊഴിലാൻ കേറുവാ. നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാവോ ഫ്രീ ആയിട്ട്? അപ്പൊ ഫ്രീ ഫുഡ് കഴിക്കാൻ പറ്റും. ഞങ്ങൾ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നയിച്ചാൽ മതിയല്ല. എന്റെ മുതലാളിയാണല്ലേ നിങ്ങൾ ഫ്രണ്ട് ഇരിക്കുന്നത്? ഞാൻ മുതലാളി വിളിച്ചോട്ടെ. വിളിച്ചോ മുതലാളി. അപ്പൊ ജോലി എങ്ങനെ ഇട്ടേറ? ആദ്യമായിട്ട് ഒരാൾ മുതലാളി വിളിക്കണേ. കൊറേ എംപ്ലോയീസ് ഉണ്ട്. അഡ്മിനെ സർജിയോണിക്സാ. ഹലോ, ജോബ് കൊടുക്കണായിരുന്നു. രണ്ടാൾക്ക് റോള് ഇവിടെ കിട്ടിയത് പറയണോ? ഫസ്റ്റ് ഇടന്നല്ല, ഫസ്റ്റ് ഞാൻ പറയാം. എക്സ്ട്രാ എന്തെങ്കിലും സാലറി കൂടുതൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ? നമ്മള് കൂടുതൽ സെയിൽസ് നടത്താനായിരിക്കും ബോണസ് ഉണ്ട്. ബോണസ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഡൺ പറഞ്ഞോ. പിന്നെ ഇതില്ല, ഫുഡ് സ്റ്റോറേജ് കണ്ടോ കുഞ്ഞി? ഞാനോ? ഞാൻ ഇവിടുത്തെ ഞാൻ മുതലാളിയാണ്. എന്ത് പറ്റി? എനിത്തിങ് എൽസ്? ഫുഡ് പുറത്താണ്, നമ്മൾ അങ്ങോട്ടുണ്ട് സെർവ് ചെയ്ത് തരാം. ഓ, സ്റ്റാഫാണല്ലോ. മുതലാളി സ്റ്റാഫാണെന്ന്. ഗ്രൗണ്ട് വന്നേ. നമ്മുടെ വേറൊരു ഓണറാണ് നമ്മുടെ ഇങ്ങനത്തെ മാനേജ് ചെയ്യണത്. ഞാൻ മെയിൻ ഓണറാണ്. ഇടക്കലേ വരുള്ളൂ. അപ്പൊ എംപ്ലോയീസ് ഒന്നും കണ്ടിട്ടില്ല. പുറത്തു പോകുമ്പോ ഡ്രസ് ഇട്ടാ മതി. അകത്തേക്ക് പാത്രം കഴുകുക. അകത്ത് ഒന്നും വേണ്ട. 19 പിസക്ക് 5 സാൾട്ട് 5 മസാല. എടാ, മട്ടൻ പാത്രം കഴുകുന്നേ. ഹലോ സാർ, വെയിറ്റർ വരൂ. സത്യം മുതലാളി ഓർഡർ എടുത്തോട്ടെ മുതലാളി. എന്തുറ്റി? ഞാനിപ്പോ വിളിക്കാം. പറയൂ, എന്തൊക്കെയാണ്? ഞാൻ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ്. ഓക്കെ ബ്രോ, നമ്മൾ അവിടെ ഇരുന്നാ മതി. നിങ്ങളൊന്ന് ലിസ്റ്റ് എടുക്കും. ഇവിടെ നിങ്ങൾക്ക് 4 പേർക്ക് ഇരിക്കാം. ഇവിടെ 4 പേർക്ക് ഇരിക്കാം. ഡൗൺ ടു എർത്ത് ആണല്ലോ ദേമേ. எனக்கு உட்காந்து பழக்கம் இல்ல சார். எனக்கு ஃபுட் கையில கொடுத்து சந்திரா. பேர் என்ன? என் பேர் சந்திரமணி. சந்திரமணியா? ஓகே. ஃபுட் தரீங்களா? தரேன் சார். അവിടെ ഇരിക്കണം. അവിടെ ഇരുന്ന് ഞാൻ കൊണ്ടുവരാം. ബ്രോ അവിടെ ഇരിക്കും. ബ്രോ ഹലോ ബ്രോ, എന്താ കഴിക്കാനുള്ളേ? സാർ, ഞങ്ങൾക്ക് കഴിക്കാനാണ്. ഒരു സെക്കൻഡ്. ഓക്കെ, എന്താ കഴിക്കാനുള്ളേ? സാർ, ഇവിടെ ബീഫ് ബോക്കി ചോയ ഉണ്ട്, ചിക്കൻ റാപ്പ്, ഡ്രാഗൺ ഫയർ, ഫോർച്യൂൺ ഫ്രൈസ്, ജെൻ ടിയസോ, ഡ്രം സ്റ്റിക്, ജാസ്മിൻ ഐസ്ഡ് ടീ. ഇതെല്ലാം ബ്രോ ഒന്ന് പയ്യെ ഞങ്ങളത് അങ്ങനെ പറഞ്ഞ് പഴകിയതുണ്ടേ. ഒരു മിനിറ്റ്. സോറി ഫോർ ദ ഡിലേ. ഒരു സെക്കൻഡ്. നിങ്ങള് ഞാൻ ലിസ്റ്റ് സാർ, കഴിക്കാനുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യാന്ന് പറയാം. സാർ, ഇവിടെ ബീഫ് ആൻഡ് ബോക്ക് ചോയ് ഉണ്ട്,
ചിക്കൻ റാപ്പ് ഉണ്ട്, അതുപോലെ നീകൻ ആ ചന്ദ്ര ആരാ സൗണ്ട് ആക്കുന്നത്? ആരാ ശബ്ദം ഉണ്ടാക്കുന്നത് അവിടെ? ഞാനല്ല അകത്ത് സോറി പൈപ്പിലേക്ക് അതാ. ഓക്കെ ഡ്രാഗൺ ഫയർ, ഫോർച്യൂൺ ഫ്രൈസ്, ജെൻ ടിഎസ്ഒ ഡ്രം സ്റ്റിക്, ജെൻസോ അത് പുതിയ ജെൻസി പിള്ളേരുടെ ഒരു പ്രത്യേക ഫ്ലേവർ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ചെയ്തേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സാർ. ഓക്കെ അടുത്ത ജാസ്മിൻ ഐസ് ടീ, ജാസ്മിൻ ജാസ്മിൻ നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ സ്പെഷ്യൽ ഐസ് ടീ ആണ്. 8 ഓക്കെ. പിന്നെ ഓക്കെ, നിങ്ങൾക്ക് സെൽഫ് സർവീസ് ആണ് സാർ. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓർഡറെല്ലാം ഞങ്ങൾ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വന്നിട്ട് കളക്ട് ചെയ്യുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. 10 ജാസ്മിൻ എടുത്തോ. 10 ജാസ്മിൻ. ഓക്കെ, സ്പെഷ്യൽ ബർഗർ ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, ലൈസോഡ, പിസ്സ സ്ലൈസ്, മട്ടൻ ബിരിയാണി 10 മട്ടൻ ബിരിയാണി. സാർ വോണ്ടൻ സൂപ്പ് ഉണ്ട്, വോണ്ടൻ സൂപ്പ്. അതെന്താ, അതെങ്ങനെ ഉണ്ടാക്കുന്ന സൂപ്പ്? അതായത് ഈ ഒട്ടകത്തിന്റെ അതായത് വലിയ അധികം പ്രായമില്ലാത്ത ഒട്ടകത്തിന്റെ കാല് നമ്മള് അമ്മിയിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിനെ നമ്മള് നല്ല മസാലയും സ്പൈസസ്, നമ്മുടെ ആഫ്രിക്കൻ മസാലയൊക്കെ ഇട്ട് സ്പൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക സൂപ്പാണ് സാർ. അതാണ് ഈ വോണ്ടൻ സൂപ്പ്. ഈ ഒട്ടകം മുറ്റിയതാണോ? മുറ്റിയല്ല, മുറ്റാത്ത. അത് 10. ഒട്ടക പക്ഷിയുടെ മുട്ടയില്ല. ഇവിടത്തെ സാധാരണ നമ്മുടെ നാടൻ കോഴിയുടെ ഇതുണ്ട്, നാടൻ കോഴി പെരട്ട്, നാടൻ കോഴി മുട്ട. അല്ല സാർ, നാടൻ കോഴി പെരട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് സാർ വന്ന കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത് തീർന്നു. ഉടനെ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് മറ്റേ സാധനം ജാസ്മിനെ അങ്ങനെ ജാസ്മിൻ ചേച്ചിയുടെ ഐസ് ടീ. സ്പെഷ്യൽ ആയിട്ട് നമുക്കുള്ള സാധനം പറഞ്ഞാൽ പഴംപൊരി ഉണ്ട്, പിന്നെ ഉഴുന്നുവട, നമ്മുടെ നാടൻ ഉഴുന്നുവട, പഴംപൊരി, പിന്നെ ഡ്രാഗൺ കോക്ക് ഉണ്ട് സാർ. ഡ്രാഗൺ കോക്ക് ഉണ്ട്. അത് വലിയ കോക്കാണ് സാർ. പാത്രം കഴിഞ്ഞിട്ട് പെട്ടെന്ന്. പിന്നെ നല്ല പിന്നെ പൊറോട്ട ആൻഡ് ബീഫ്, പൊറോട്ട ബീഫ്. പൊറോട്ട ബീഫ് എടുക്കട്ടെ പിള്ളേരെ? 12 പൊറോട്ട. സാർ എത്ര പൊറോട്ട, എത്ര ബീഫ് സാർ? എനിക്ക് 5 പൊറോട്ട. അപ്പൊ 5 3 8 പിന്നെ 40 പൊറോട്ട എടുത്തു. 10 പ്ലേറ്റ് കറി ഉറപ്പായിട്ടും. ഷോ സാർ, താങ്ക് യു സാർ. വേറെ ഒന്നും വേണ്ടല്ലോ? ഓക്കെ അല്ലേ? വേറെ ഒന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഓക്കെ. ഹലോ സാർ, എന്താ വേണ്ടേ സാർ? കഴിക്കാൻ ഇവിടെ നല്ല ഉഴുന്നുവടയും തൈര് സാധു ഇருக்கு സാർ. സാർ നല്ല ഉഴുന്നുവടയും തൈര് സാധു ഇருக்கு സാർ. സാർ നല്ല ശുദ്ധமான തേങ്ങ എണ്ണയിൽ പോട്ട പഴംപൊരി. എന്താ പഴംപൊരി വേണം? പിന്നെ സ്പെഷ്യൽ വെജ് ആയിട്ടുള്ള ബർഗർ ഉണ്ട് സാർ. ഹലോ സാർ, സാർ സ്റ്റോക്ക് ആയിട്ടുണ്ട് സാർ. സ്റ്റോക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാം. സാർ ഉഴുന്നോടെ താഴുണ്ട് സാറേ, താഴുണ്ട്. ഷോപ്പ് തുറക്കാൻ പറ്റുന്നില്ല. ഹലോ ബ്രോ, ബ്രോയുടെ പേരെന്തുവാ? ബ്രോ ഇവിടെ കുറെ പേരുണ്ട്. എന്റെ പേര് ചന്ദ്രമണി. ചന്ദ്രമണി. ചന്ദ്രനാണ്. നാല് പൊറോട്ട എനിക്ക് കിട്ടിയില്ല. അടിയിട്ടുണ്ട് സാർ, അടിയിട്ടുണ്ട്. അവിടെ നിന്ന് മേടിക്കാൻ തുറക്കാൻ പറ്റുന്നില്ല. കിട്ടി. ചന്ദ്രനെ എവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ വന്നോളൂ. ഉഴുന്നുവട. കൊള്ളാം. ഉഴുന്നുവട സാർ ഇരുന്ന് കഴിക്കണം. പഴംപൊറി. ലൈറ്റ് കട മൊത്തം ഉണ്ട്. പിന്നെ സിഗയില്ലേ? സിഗരറ്റ് ഈസ് നോട്ട് അലൗഡ്. സോറി, ഇത് അലൗഡ് അല്ല, ഇവിടെ അലൗഡ് അല്ല. എനിക്ക് ബീഫ് കിട്ടിയില്ല, പൊറോട്ട ബീഫ് ഇവിടെ നിറച്ചിരിപ്പുണ്ട്. എണ്ണ ചൊവയൊന്നുമില്ല കേട്ടോ. ഹലോ ചന്ദ്രൻ ബ്രോ, അടിച്ച് കുപ്പിയിലേക്ക് തന്നാ മതി. പിന്നെ ബ്രോ നിങ്ങള് ബെറോട്ട വേണം, കുപ്പി വേണം. ഇത് സാർ നമുക്ക് ഗൂഗിൾ റിവ്യൂ തന്നെ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് റിവ്യൂ അവിടെ മുതുക്കിലെന്ന് എല്ലായിടത്തും പറയണേ. എന്റെ പേര് ചന്ദ്രൻ. ഇതാണ് മുതലാളി. മുതലാളി. ഞങ്ങള് കുക്ക് ഫുഡ് കൊള്ളാം കേട്ടോ ബ്രോ. മുതലാളി കൊള്ളാം.
മലയാളി ഫുഡ് കൊള്ളാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ബീഫൊക്കെ വല്ല മൃദു പോലെ ഇരിപ്പുണ്ട്. നല്ല ശരിക്കും പൊറോട്ട ഒക്കെ വല്ല ഫ്ലഫി. ഫ്ലഫിയോ ഡയോസിലെ ഫ്ലഫിയാണോ? അതന്നെ നല്ല സോഫ്റ്റ് വലിക്കുമ്പോഴൊക്കെ ഇരിക്കുന്നു. ഓ അതൊക്കെ അത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഒരിതാണ്, എക്സ്ട്രാ ഒരു ആഡിങ്സ് ആണോ? കൈപ്പുണ്യാണ്. കൈപ്പുണ്യാണല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഓർഡർ ഒക്കെ വന്നാ തരോ? വീട്ടിൽ ഡെലിവറി ചെയ്യോ? വീട്ടിൽ ഡെലിവറി. അപ്പൊ ഓക്കെ സാർ, അപ്പൊ നിങ്ങൾ പോയിട്ട് താങ്ക് യു ഫോർ കമ്മിങ്. ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഹലോ സുഹൃത്തെ, ഹലോ ഒന്ന് വിളിക്കണ്ടേ? ചന്ദ്രൻ ബ്രോ. ഒരു സെക്കൻഡ്. അല്ല സാർ എന്ത് പറ്റി? சால்ட் இல்ல வடையில சால்ட் இல்ல, நோ வாட்டர், ரொம்ப 6 நம்பர் இருக்கு, நோ ஹாட். സാർ ഇത് നല്ല ശുദ്ധமான നമ്മളെ നാടൻ എണ്ണ നമ്മള് തെങ്ങി കയറി പറിച്ച് ഇട്ട തേങ്ങയില് അരച്ചാട്ടിയ എണ്ണയിൽ ഉണ്ടാക്കിയ സാർ ഇത് കഴിച്ചു നോക്കിയാ. நான் போய் 0 கொடுக்கும். സാർ പ്ലീസ് സാർ വെയിറ്റ് സാർ 1 സെക്കൻഡ്. ഞാൻ സാർ ഇത് ഇഷ്ടപ്പെടും, കൺഫേം. 1 സെക്കൻഡ്. ஓகே എന്തൊരു 0 റിവ്യൂ കൊടുക്കും പറഞ്ഞു. സാർ പച്ചമണിച്ചേട്ടാ, പേരെന്താ പച്ചമണിച്ചേട്ടന്റെ? സാറിന്റെ ഐഡി എന്ന് പറയൂ. ஐடி 187. നീക്കൻ ആ നല്ല പേര്. സാർ ഇന്ത ഉഴുന്ന് വട സാർ ഒന്ന് കഴിച്ചു പാറ്. ഏതെങ്കിലും കുടുംബത്തിലുണ്ടോ? നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇല്ല കുടുംബത്തില്. ஐயோ செம டேஸ்டா இருக்கு இது. സാർ അതുதான் ഞാൻ சொன்னேன். സാർ അത് കഴിച്ചപ്പോ നമ്മ ഒരു 100 വട ഇടുമ്പോ ഒരു വട ചിലപ്പോ എന്തേലും പറ്റും സാർ. അതെ, അത് നമുക്ക് ആയിപ്പോ നമുക്ക് മിസ്റ്റേക്ക് പറ്റാ. ഇവിടുത്തെ വട നല്ല വീർക്കണ്ണേ, പേസ് കാങ്കണ്ണേ. ஓ சரி സാർ சொல்றேன். ഞാൻ കസ്റ്റമറിനെ സംസാരിച്ചോട്ടെ സാർ. സംസാരിച്ചോ. ഓക്കെ അപ്പൊ സാർ അന്ത വട தான் സാർ കഴിച്ചതെന്ന് തോന്നുന്നത്. സോ അതിന്റെ കാശ് പേ പണ്ണണ്ട, ഞങ്ങൾ റീഫണ്ട് ചെയ്യാം. ஓகே ரீஃபண்ட் செய்தா சார்? அது 1 ലക്ഷം. റിട്ടേൺ ചെയ്. 1 ലക്ഷം അല്ല സാർ, ഒരു വടക്ക് വരുന്നത് നമുക്ക് 350 തിരിച്ചു തരാം സാർ. ഒരു സെക്കൻഡ്. அல்ல சார், எனக்கு வயிறு வலிக்கிற மாதிரி இருக்கு. ഓക്കെ സാർ, ഞാൻ റൗണ്ട് പണി ഒരു 1000 തരാം സാർ. ഹലോ ചന്ദ്രൻ ബ്രോ. இல்ல எனக்கு ரொம்ப வயிறு வலிக்கிற மாதிரி இருக்கு. സാർ ഒരു 20 അല്ല സാർ, അത് തോന്നുന്നുണ്ട് സാർ. അത് കുഴപ്പമൊന്നുമില്ല, അത് ജസ്റ്റ് ഒരു നല്ല വെള്ളം കുടിച്ചാൽ മതി സാർ. ஓ சரி. Okay. 1000 കൊടുത്താ സാർ 1000 സാർ നമ്മുടെ പുതിയ ഷോപ്പ് ആണ് സാർ. ஓகே ஓகே. നെഗറ്റീവ് സാർ, നല്ല റിവ്യൂ പറയണം സാർ. நான் ரிவ்யூ பண்றேன். நான் അവിടെ போயிட்டு முதுகுல பறஞ்சா மதியோ? പറഞ്ഞ നമ്മള് നെഗറ്റീവും എല്ലാം സ്പോട്ട് ചെയ്തിട്ടുണ്ട് ബ്രോടെ. കസ്റ്റമേഴ്സിനായിട്ടുള്ള സംസാരവും റേറ്റ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഏതായാലും. പിന്നെ നമുക്കേ ഇവിടുത്തെ നമുക്കില്ല കസ്റ്റമേഴ്സിന് വന്ന് മേടിച്ചോട്ടെ, നമുക്കൊരു PDക്കും സിംസിക്കും ഒരു ഓർഡർ ഉണ്ട്. സോറി, നമ്മൾ സിംസും PD ഇല്ലേ ഇവിടുത്തെ, അവർക്ക് നമ്മള് ഡെയിലി ഒരു 40 ഫുഡ് നമ്മൾ എന്തായാലും അടുപ്പിച്ചു കൊടുക്കാനുള്ള. 40 നമുക്കൊരു 50. അത് ഞാനിപ്പോ എണ്ണ എടുത്ത് നോക്കുവായിരുന്നു. അത് എല്ലാം ഓക്കെ അല്ല കഴിച്ചിട്ട് അതില് കഴിച്ചപ്പോ എങ്ങനെയുണ്ട്? കറക്റ്റ് ആണോ? ഞാൻ പെട്ടെന്ന് മോഷ്ടി ചെയ്യിക്കാന്ന്. ഇല്ല അതെ നമ്മുടെ എംപ്ലോയീസിന് കഴിക്കാട്ടോ, നമ്മുടെ എംപ്ലോയീസിന്. ഇല്ല നമ്മളങ്ങനെ ഡ്യൂട്ടി ടൈമിൽ കഴിക്കാറില്ലേ, ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഇത് കറക്റ്റാണ്. ഞാൻ അപ്പുറത്തുനിന്ന് പോയിട്ട് ചെക്ക് ചെയ്യട്ടെ. അപ്പുറത്ത് ക്യാഷിങ്ങിന്റെ ആണ്. അതെവിടെയാണ് മുതലാളി? ചെക്ക് ചെയ്യണോ ഞാൻ? കണക്കെല്ലാം നോക്കണോ? വലിയ എണ്ണി വെക്കണോ? വേണ്ട അവര് ചെയ്യും. മുതലാളി ഇയാ കൂടി നാളെ റോഡ് എടുത്തിട്ടുണ്ടെങ്കിലേ ജോലി നാളെ ഇട്ടെടുത്താ ജോലി അല്ല റോഡില്ല, ശമ്പളം കൃത്യമായിട്ട് കിട്ടിയാ മതി. ഞങ്ങളുടെ പെറോട്ട അടിക്കാൻ വേണ്ടി ഒരു പയ്യൻ കൂടി വന്നായിരുന്നേ, ഒരു ദില്ലി. അപ്പൊ ആള് അടി പുള്ളിക്കാരി പെറോട്ട അടിച്ചോണ്ട് നിക്കുന്നുണ്ട്, കാണാനില്ലേ ഇപ്പൊ. ചെറുതായിട്ട് മദ്യപിക്കും. ആള് പക്ഷെ ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനത് എന്തായാലും അത് ശരിയാക്കാം മലയാളി. ഇപ്പൊ നിങ്ങൾ ഒരു 50 ഇല്ലേ, എന്താ 50 സ്പെഷ്യൽ സോറി 50 ഡ്രാഗൺ ബർഗറും 50 ലിച്ചും റെഡി ആക്കിക്കോ. പിന്നല്ല എന്തൊക്കെയാ ഞാൻ സഹായിക്കാം. ഇല്ല വേണ്ട, ഞാൻ ചെയ്യാം. ഇതൊക്കെ ചെയ്ത് പഠിക്കണം മുതലാളി. പ്രശ്നമല്ലേ മുതലാളി, ഇതൊക്കെ സിമ്പിൾ അല്ലേ? നീ വരൂ. നീ പറഞ്ഞ
ഇല്ല ഞാൻ പറഞ്ഞുതരാം. ഇതെന്താ ഇവിടെ? അല്ല നമ്മള് ഡ്രസ്സേ അല്ല കഴിക്കാം. ഇവിടെ ഒരു light. ചന്ദ്രൻ തുടങ്ങിക്കോളൂ മാവ് കഴിക്കാൻ. ബർഗറിന് എന്തൊക്കെയാണ് വേണ്ടത്? ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? 50 ടാക്കോ. അമ്പലളി 50 എന്തൊക്കെയാ ഒന്നുകൂടി പറയാം മുതലാളി. മുതലാളി ഇത് മുതലാളി. അത് ഇതാരാണ്? ഹലോ, ഞാൻ ഫുഡ് ഒന്ന് ഉണ്ടാക്കണേ ഒരു സെക്കൻഡ്. 20 ആളെ ഡ്രാഗൺ ഫയർ. നോക്കട്ടെ. ചന്ദ്ര ഞാൻ ചെറുതായി. ചന്ദ്ര നിന്റെ ചെറുതാണ് ആള് ചെറുതെന്നാ. ആൾക്കെന്തോ മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം. ഇല്ല നീ ഓക്കെയാണ്, നിന്റെ ചെറുതൊന്നും ഇല്ല. ഞാൻ ഓക്കേടാ. നീ ഓക്കെയാണ്. ആ. നീ വന്നേ ആ, ഞങ്ങൾ പ്രൊമോഷന് പോയിട്ട് നമ്മുടെ പോയിട്ട് ഞങ്ങൾ നാളെ വരട്ടെ എന്നാ. പിന്നെ വന്നാ മതി, പിന്നെ ഞങ്ങൾ നാളെ ഈ സമയം എത്തിക്കോളാം. ഓക്കേ, ഫോൺ നമ്പർ ഫോൺ നമ്പർ തരാം. ഫോൺ നമ്പർ ഫോൺ നമ്പർ മേത്ത് നോക്കിയാൽ മേത്ത് വെച്ചാൽ മതി. ആ തന്നെന്ന് തോന്നുന്നു മുതലാളിക്ക്. കിട്ടിയോ മുതലാളി? മുതലാളിയുടെ നമ്പർ കൂടി തരണ്ട കേട്ടോ, തരണ്ട. ഫോണിൽ ചാർജ് ചെയ്യാം, അല്ലേ? ഫോണിൽ ചാർജ് ചെയ്യാം. പിന്നെ ഓക്കെ വന്നാ മതി. ഓക്കെ പിന്നെ നമ്മുടെ ഫുഡ് വണ്ടിയിൽ നമ്മുടെ ബർഗർ ട്രക്ക് ഉണ്ട്, അത് കാണിച്ചു തരാം. ഓക്കെ കേട്ടോ മുരളി, എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ട്രക്ക്. ഹലോ, അതെ. ഹലോ ഇവിടെ ഇത് ഇവിടെ വിളിക്കാം. ആ, ഓക്കെ ഓക്കെ. സാർ ഓക്കെ അല്ലേ ഇപ്പൊ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ ആ ആ ഇതാണ് നമ്മുടെ ട്രക്ക് കേട്ടാ. അത് ഓ ഇതാണ് നമ്മ ട്രക്ക് ഇതാണല്ലേ? ഓ അടിപൊളി. ടാക്കോ കില്ലർ. കൊള്ളാം. അപ്പൊ ഇതൊക്കെ സ്റ്റോക്ക് കൊണ്ടുപോകല്ലേ നമുക്കിത് എവിടെയെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ? നമ്മളില്ല ഇവിടെ കണ്ട ഈ ഓപ്പൺ ഗാരേജ് ഉണ്ട്. വണ്ടി എടുത്താ ഇതിന്റെ മേലോട്ട് വരിക. മനസ്സിലായി. അവിടെ എടുത്താൽ മതി. പിന്നെ ഓക്കെ മുതലാളി. അപ്പൊ എല്ലാം മുതലാളിയുടെ താങ്ക് യു മുതലാളി. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ പോയിക്കോ. ഞാനും മുരളി അനുഗ്രഹിക്കണം. പോയിട്ട് വരാം മുരളി. ആ ഓക്കെ.